പാലക്കാട് നഗരസഭയിൽ വൻ സംഘർഷം. നഗരസഭയിലെ ബി.ജെ.പി. കോൺഗ്രസ് കൗൺസിലർമാർ തമ്മിലടിച്ചു. പാലക്കാട് നഗരസഭ സ്ഥാപിക്കുന്ന ഭിന്നശേഷി വികസന കേന്ദ്രത്തിന് ആർ.എസ്.എസ്. സ്ഥാപകൻ ഹെഡ്ഗവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് സംഘർഷം. വാർത്തയുടെ വിവരങ്ങളുമായി അജ്ന രമേശ് ചേരുന്നുണ്ട്. അജ്ന, ഇപ്പോഴും സംഘർഷം തുടരുകയാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, നിലവിൽ സംഘർഷാവസ്ഥ അത്ര പെട്ടെന്നൊന്നും നിൽക്കാൻ സാധ്യത കാണുന്നില്ല. ഇനിയും ഇതിന്റെ ചൂട് കടുക്കുമെന്ന് തന്നെയാണ് നിലവിൽ പറയാൻ പറ്റുന്നത്. ആർ.എസ്.എസ്. സ്ഥാപകൻ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ പേരുമായി ബന്ധപ്പെട്ടാണ് ഈ നിലവിൽ സംഘർഷം അവിടെ ഉടലെടുത്തത്. അവിടെ ബി.ജെ.പി. ഭരിക്കുന്ന കൗൺസിലാണ് പാലക്കാട് നഗരസഭ. നിലവിൽ ഭിന്നശേഷി വികസന കേന്ദ്രത്തിന് ആർ.എസ്.എസ്. സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ എൽ.ഡി.എഫും യു.ഡി.എഫും ഇപ്പോൾ നിലവിൽ കയ്യാങ്കളിയിലേക്ക് വരെ എത്തി നിൽക്കുന്നത്. ഹു ഈസ് ദിസ് ഹെഡ്ഗേവാർ എന്ന പ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധം ഇപ്പോൾ നിലനിൽക്കുന്നത്. പുറത്ത് വലിയൊരു പോലീസ് സന്നാഹം തന്നെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സംഘർഷം ഉടലെടുക്കും എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വലിയൊരു പോലീസ് സന്നാഹം തന്നെ നിലവിൽ പുറത്തു നിൽക്കുന്നത്. പക്ഷേ പോലീസ് നിയന്ത്രണത്തിനും അപ്പുറത്തേക്കും ഈ സംഘർഷം നീണ്ടുപോയി എന്നുള്ളതാണ് നിലവിൽ പറയാൻ പറ്റുന്നത്. പക്ഷേ നിലവിൽ സംഘർഷാവസ്ഥ ഒന്ന് മയപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഈ ഒരു കാര്യവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളും ഈ ബി.ജെ.പിയും ഇപ്പോൾ നിലവിൽ പറയുന്നത്. ഈ പേര് മാറ്റില്ല എന്നാണ് ബി.ജെ.പി. പറയുന്നത്. അവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ കളിക്കാര സ്ട്രീറ്റിന് ജിന്ന സ്ട്രീറ്റ് എന്ന ആക്കിയ പേര് പിൻവലിച്ചാൽ മാത്രമേ ഈ ആർ.എസ്.എസ്. സ്ഥാപകന്റെ പേരുമായി ബന്ധപ്പെട്ട കാര്യം നിലവിൽ അവർ മാറ്റാൻ സാധ്യതയുള്ളൂ എന്നാണ് നിലവിൽ ബി.ജെ.പിയുടെ നിലപാട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേസുമായി മുന്നോട്ട് പോകാനാണ് യു.ഡി.എഫ്. എൽ.ഡി.എഫിന്റെ തീരുമാനം എന്നാണ് നിലവിൽ അറിയുന്നത്. ആതിര, അജ്ന, ഹെഡ്ഗവാർ ആരെന്ന ചോദ്യവുമായുള്ള പ്ലക്കാർഡുമായിട്ടാണ് അവിടെ പ്രതിഷേധവും സംഘർഷവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നിലവിൽ ഹു ഈസ് ദിസ് ഹെഡ്ഗേവാർ എന്ന പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ടാണ് കൗൺസിലർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വാക്കേറ്റവും പിന്നീട് കയ്യാങ്കളിയിലേക്കും മുന്നോട്ട് പോവുകയായിരുന്നു. ഇത് പോലീസ് സന്നാഹത്തിന് പോലും എതിർത്ത് നിൽക്കാൻ സാധിച്ചില്ല എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ശരി അജ്ന.